പ്രളയത്തിൽ കിഴക്കൻ വെള്ളത്തിനൊപ്പം ഒഴുകിയെത്തിയ മരക്കഷ്ണങ്ങളും മറ്റ് മാലിന്യങ്ങളും അടിഞ്ഞുകൂടി ആറന്മുള വള്ളസദ്യയ്ക്കും മറ്റുമായി പോകേണ്ട ആ വഴിയിൽ പള്ളിയോടങ്ങൾ പോകേണ്ട വഴിയിൽ ഈ പാലങ്ങൾക്ക് താഴെയും മറ്റും ഇത് അടിഞ്ഞുകൂടി വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സം, ഈ പള്ളിയോടങ്ങൾക്ക് പോകുന്നതിന് തടസ്സം ഉണ്ടായിരിക്കുകയാണ്. ഇതുമൂലം പടിഞ്ഞാറൻ മേഖലയിൽ നിന്നുള്ള ഏതാണ്ട് 18ഓളം പള്ളിയോടങ്ങൾക്കാണ് ആറന്മുളയിലേക്കുള്ള യാത്ര തടസ്സപ്പെട്ടിരിക്കുന്നത്. നിരവധി പാലങ്ങളിൽ ഇത്തരത്തിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. അത് വലിയ അപകടങ്ങൾക്കും കാരണമാകുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇതേ തുടർന്ന് ഇത് അടിയന്തരമായി ഇത്തരം പാലങ്ങളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ നീക്കണമെന്ന് പള്ളിയോട സമിതികളും എല്ലാം തന്നെ ആവശ്യപ്പെട്ടിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ബി.ജെ.പിയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ എം.വി. ഗോപകുമാർ ഈ ആവശ്യം ഉന്നയിച്ച് ജില്ലാ കളക്ടറെയും സമീപിച്ചിരുന്നു. ഇപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പള്ളിയോട ഈ വള്ളസദ്യ അടക്കം മാറ്റിവെക്കേണ്ട സ്ഥിതി വന്നു. പള്ളിയോടം എത്താതെ വള്ളസദ്യ നടത്തുന്ന സാഹചര്യം ഉണ്ടായി. ഇതിന് അടിയന്തര പരിഹാരമുണ്ടാകണമെന്ന ആവശ്യമാണ് നിലനിൽക്കുന്നത്. ഇത് എത്രത്തോളം ഗൗരവതരമാണെന്ന് നമുക്ക് എം.വി. ഗോപകുമാറിനോട് തന്നെ ചോദിക്കും. ഇതിപ്പോൾ ദിവസങ്ങളായിട്ട് ഈ മാലിന്യം അടിഞ്ഞുകൂടി കിടക്കുന്നു. വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയല്ലേ ഉണ്ടായിട്ടുള്ളത്? തീർച്ചയായിട്ടും ഈ വെള്ളപ്പൊക്കത്തെ തുടർന്ന് എല്ലാ കാലങ്ങളിലും ഇതുപോലെ മാലിന്യങ്ങൾ അടിച്ചുകൂടാറുണ്ട്. പക്ഷേ ഈ തവണ വലിയ വെള്ളപ്പൊക്കം 2018 ശേഷം വലിയ വെള്ളപ്പൊക്കമാണ് ഉണ്ടായത്. ഏതാണ്ട് 10ഓളം പാലങ്ങൾ ചെന്നിത്തല പള്ളിയോടം മുതൽ ഈ പുത്തങ്കാവ് പാലം വരെ, ചെന്നിത്തല മുതൽ പുത്തങ്കാവ് വരെയുള്ള ഈ പ്രദേശത്ത് പമ്പാ നദിയിൽ ഒരു 10ഓളം പാലങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള പാലങ്ങളുണ്ട്. ഇത് വൃത്തിയാക്കുക എന്നുള്ളത് ഇതിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള വലിയ മുളയും അതുപോലെയുള്ള മരക്കഷണങ്ങൾ ഈ വെള്ളപ്പൊക്കത്തിൽ കിഴക്കൻ വെള്ളത്തിൽ വന്നിട്ടുള്ളതാണ്. ഇത് മാറ്റിയില്ലെങ്കിൽ വലിയ ഗുരുതരമായ സാഹചര്യമാണ്. ഇപ്പോൾ പള്ളിയോടങ്ങൾക്ക് വള്ളസദ്യ പങ്കെടുക്കാൻ കഴിയുന്നില്ല. കാരണം പടിഞ്ഞാറൻ മേഖലയിലെ 18ഓളം പള്ളിയോടങ്ങൾ വള്ളസദ്യ മാറ്റിവെക്കുകയാണ്. വള്ളസദ്യ പങ്കെടുക്കാൻ പറ്റുന്നില്ല. അത് ഭക്തജനങ്ങൾക്കും അതുപോലെ പള്ളിയോടക്കരകൾക്കും വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ചതയം ജലോത്സവ സാംസ്കാരിക സമിതി അതുപോലെ പള്ളിയോട സേവാ സംഘവും ഇന്നലെ ഞാൻ തന്നെ നേരിട്ട് ജില്ലാ കളക്ടറെ കണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അദ്ദേഹം അടിയന്തരമായിട്ട് ഇതും നീക്കം ചെയ്യാൻ മേജർ ഇറിഗേഷൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീ വിനോദ് എന്ന് പറയുന്ന അദ്ദേഹത്തിന് നിർദ്ദേശം നൽകുകയാണ്. പക്ഷേ ഇതുവരെ ഒരു നടപടിയിലേക്ക് അത് കടന്നിട്ടില്ല. ആലപ്പുഴ ജില്ലയിലാണ് ഈ പാലങ്ങളെല്ലാം നിലകൊള്ളുന്നത്. പത്തനംതിട്ട ജില്ലയാണ് ഇതിന് മുകളിലോട്ട് ആറന്മുളയാണ്. പക്ഷേ ഈ ആലപ്പുഴ ജില്ലയിലെ ഈ പ്രദേശത്ത് ഈ കാര്യം ചെയ്യേണ്ടത് മേജർ ഇറിഗേഷനാണ്. അവർ പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സത്വര നടപടി സ്വീകരിക്കുന്നില്ല. ഇപ്പോൾ പള്ളിയോട സേവാ സംഘമാണ് അതിൻ്റെ പരിമിതിക്കകത്ത്. കാരണം പള്ളിയോട സേവാ സംഘം ചെയ്യുമ്പോൾ അത് ഈ പറയുന്ന പുതിയ സംവിധാനം ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ തോട്ടപ്പള്ളിയിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത് പോലെ അത്ര പ്രയാസകരമല്ല ഇവിടുത്തേത്. കാരണം ഈ ഒഴുക്കുള്ളത് കൊണ്ട് തന്നെ ഇത് ഇളക്കി വിട്ടാൽ ചെറുതായിട്ട് അവിടെ നിന്ന് അത് പമ്പയാറ്റിൽ കൂടെ തന്നെ പടിഞ്ഞാട്ട് പോകും. അത് മറ്റ് പാലങ്ങൾ അടിയാതെ നോക്കിയാൽ മതി. പക്ഷേ ഇതിപ്പോൾ അങ്ങനെ ഒരു സംവിധാനം അവർ തയ്യാറാകുന്നില്ല. പക്ഷേ ഇത് ഭക്തജനങ്ങളെ സംബന്ധിച്ച് വരാൻ പോകുന്ന ദിവസങ്ങൾ വലിയ പ്രതിഷേധം ഉയർത്തേണ്ടി വരും. കാരണം ആറന്മുള വള്ളസദ്യ മുടങ്ങുന്ന, ഉത്രട്ടാതി ജലമേള മുടങ്ങുന്ന ഇത്രയും ഗൗരവമായിട്ടുള്ള ഒരു സാഹചര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അധികാരികളുടെ ഭാഗത്തുനിന്ന് ഒരു ന്യായമായ സമീപനം ഉണ്ടാകുന്നില്ല. ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടും അതിന് വേണ്ട നടപടി സ്വീകരിക്കുന്നില്ല എന്ന് പറയുന്നത് അത് വളരെ ഗൗരവകരമായിട്ടുള്ള പ്രതിഷേധാർഹമായ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അധികാരികളോട് പറയാനുള്ളത് ഈ പള്ളിയോടങ്ങളുടെ യാത്രയ്ക്ക് തടസ്സമായി. അതുപോലെ ഈ പാലത്തിനും വലിയ അപകടമാണ്. ഇത്രയും വലിയ മാലിന്യങ്ങൾ, മരക്കഷ്ണങ്ങൾ അടിച്ചുകൂടിയ ഈ പാലത്തിന് ബലക്ഷയം ഉണ്ടാവും. അതുപോലെ നിരവധി അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പള്ളിയോടങ്ങൾ ഇതിൽ തട്ടി മുങ്ങിയിട്ടുള്ള സാഹചര്യമുണ്ട്. അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ പോലും അതിനെ ഒന്ന് ഗൗരവമായിട്ട് എടുക്കുന്നത്. ഇനി ഒരു അപകടം ഉണ്ടാകുന്നതുവരെ ഇവർ കാത്തിരിക്കുമെന്ന് ഞങ്ങൾക്ക് സംശയം. അപ്പോൾ അത് പാടില്ല. എത്രയും വേഗം യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇത് തീരുമാനം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ഈ ജലോത്സവ പ്രേമികളും ഇതുമായി ബന്ധപ്പെട്ട കരക്കാരും അതുപോലെ പള്ളിയോട സേവാ സംഘവും ഇവിടുത്തെ ഭക്തജനങ്ങളും എല്ലാം ആവശ്യപ്പെടുന്നു. ഇപ്പോൾ ഇത് ആചാരപരമായ ചടങ്ങുകൾ തടസ്സപ്പെടുന്നതോടൊപ്പം പല പള്ളിയോടങ്ങൾക്കും ഈ ഉത്രട്ടാതി ജലമേളയിൽ പങ്കെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടി എത്തിച്ചേരത്തില്ല ഈ അവസ്ഥ തുടർന്നാൽ? ഈ പരിശുദ്ധവും പരിപാവനമായ പമ്പയുടെ ഈ തീരത്ത് ഈ കഴിഞ്ഞ 60 ദിവസത്തേക്കാണ് പള്ളിയോടങ്ങളുടെ വള്ളസദ്യകൾ നടക്കുന്നത് തിരുവാറന്മുള പനസരിസഭത്ത്. ഇപ്പോൾ ഗോവിചേട്ടൻ പറയുണ്ടായി, നമ്മുടെ പള്ളിയോടങ്ങൾ ഒരു പ്രാവശ്യം ഇവിടെ വന്ന്, എൻ്റെ പള്ളിയോടം കീഴമഴി പള്ളിയോടം 10 കൊല്ലം മുമ്പ് ഇതേ അവസ്ഥയിൽ ഇവിടെ വന്ന മരക്കുറ്റികളൊക്കെ ഇടഞ്ഞിരുന്ന് വെള്ളം പൊങ്ങി വന്ന് വെള്ളം മുകളിൽ കയറിയ സമയത്ത് വള്ളം മറിഞ്ഞ് ഞങ്ങളുടെ സെക്രട്ടറി മരിക്കുകയുണ്ടായി. ഒരു ജീവൻ ഞങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നു ആ വർഷം. അത് താഴെ നിന്നുള്ള ഒരു പള്ളിയോടങ്ങൾക്ക് മുകളിൽ കയറാൻ പറ്റിയില്ല. ഇതുപോലെ അപകടകരമായ അവസ്ഥയിലായിരുന്നു ആ സമയത്ത്. ഇത് കാലാകാലങ്ങളിൽ പ്രളയം വരുമ്പോഴും വെള്ളപ്പൊക്കം വരുമ്പോഴും ഈ മരക്കഷ്ണങ്ങളും കുറ്റികളും വന്ന് ഇവിടെ അടിഞ്ഞിരിക്കുകയാണ്. ഈ ആറിൻ്റെ ഗതി തന്നെ ഈ പ്രദേശത്ത് വളരെ ബുദ്ധിമുട്ടും പ്രയാസമുള്ള ആറ് ഇടുങ്ങി വളരെ പരിതാപരാവസ്ഥയിൽ പോകുന്നൊരു സ്ഥലമാണ്. അല്ല, ഭയങ്കര കറക്കലാണ്. ഈ കറക്കലിലൂടെയാണ് ഈ പള്ളിയോടങ്ങൾ മേളിൽ പോകുന്നത്. കൂടാതെ അപകടകരമായ ഒരു തൂക്കുപാലം
ഈ തൂക്കുപാലം ഉപയോഗിക്കുന്നതേ ഇല്ല. അതിൻ്റെ ഗട്ടറുകൾ ഇങ്ങനെ താഴോട്ട് നിൽക്കുകയാണ്. ഇത് അമരത്ത് തട്ടി പള്ളിയോടങ്ങൾ മറിയുന്ന അവസ്ഥ നിൽക്കുന്നു. നമ്മൾ പല നിവേദനങ്ങളും പല രീതിയിലും അവരെ ബന്ധപ്പെട്ട് പല പ്രാവശ്യം കളക്ടറെയും മന്ത്രിയുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒഴിവാക്കി പള്ളിയോടങ്ങൾ സജ്ജമാക്കി ആറന്മുളയിൽ എത്തിച്ച് ഈ പരിപാവനവും പരിശുദ്ധവുമായ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കരകൾക്ക് എത്തിപ്പെടാൻ ഉള്ള സംവിധാനം ഉണ്ടാക്കി തരണമെന്ന് പല പ്രാവശ്യം ആവശ്യപ്പെട്ടതാണ്. ഇപ്പോൾ ചലഞ്ച് സംസ്കാര സമിതി നിവേദനം കൊടുത്തു. പള്ളിയോട സേവാ സംഘം പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവർ അടിയന്തരമായിട്ട് പത്തനംതിട്ട കളക്ടറെയും ആലപ്പുഴ കളക്ടറെയും ബന്ധപ്പെട്ടു. ഇതൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ 2 ജില്ലയുടെ അതിർത്തി പ്രദേശമാണ്. ആരെ വേണം ഇന്ന് ഫയർഫോഴ്സിനെ ബന്ധപ്പെടാൻ തീരുമാനിച്ചു. ചെങ്ങന്നൂർ ഫയർഫോഴ്സ് എത്തിയാലേ ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. പക്ഷേ നാളെ ഞങ്ങൾക്ക് പള്ളിയോടങ്ങൾ സദ്യയ്ക്ക് വേണ്ടി എത്തിക്കേണ്ടതുണ്ട്. 8ഓളം പള്ളിയോടങ്ങളെ നാളെയും മറ്റന്നാളും വേണ്ടി മുകളിൽ എത്തിക്കേണ്ടതുണ്ട്. അടിയന്തരമായി ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുക. പള്ളിയോടങ്ങൾക്ക് യാത്ര ചെയ്യത്തക്ക രീതിയിലുള്ള വഴി സജ്ജമാക്കി കൊണ്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ സ്വയം പള്ളിയോട സമിതിയും മറ്റും നേരിട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നു. അത് ഇറിഗേഷൻ വകുപ്പിൻ്റെ വലിയ ഒരു വീഴ്ചയായി തന്നെ നമുക്ക് കാണേണ്ടി വരും. ജില്ലാ കളക്ടർ നിർദ്ദേശം കൊടുത്തിട്ട് പോലും അതിൽ നടപടി ഉണ്ടാവുന്നില്ല. അതുമൂലം ആചാരപരമായ ചടങ്ങുകൾ മുടങ്ങുന്നു, വലിയ അപകട സാധ്യത നിലനിൽക്കുന്നു എന്ന സാഹചര്യമാണ് ഇപ്പോൾ ചെങ്ങന്നൂർ മേഖലയിൽ പമ്പയാറ്റിലുള്ളത്. അച്ചൻകോവിലാറ്റിലും സമാനമായ സ്ഥിതി നിലനിൽക്കുന്നു. ഇതിന് അടിയന്തര പരിഹാരം ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ക്യാമറാമാൻ ഗോപനൊപ്പം സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ.